നമസ്കാരം. മൈൽസ് ടു ഗോയുടെ അടുത്തൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം കല്ലാറിലുള്ള ഒരു റിസോർട്ടിലോട്ടാണ്. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നാളത്തെ സ്പെഷ്യൽ ഡേയുടെ കാര്യം നാളെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക. സ്റ്റേ ട്യൂൺ. നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളുമെല്ലാം നമുക്ക് കാണാം. അപ്പോൾ യാത്ര പോകാൻ റെഡിയായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. മമ്മീനെ പരിചയപ്പെട്ടില്ല. ഇതാണ് എൻ്റെ മമ്മി, ഇതാണ് പപ്പ. അപ്പോൾ വീട് ഇതാണ്. നമ്മുടെ യാത്രയിലേക്ക് പോവുകയാണ്. കല്ലാറിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഉള്ളൂ മൂന്നാറിലോട്ട്. നമുക്ക് അവിടുന്ന് മൂന്നാറിലും പോവാം. അവിടെ കുറച്ച് സൈറ്റ് സീയിങ് ഉണ്ട്. നേര്യമംഗലം ടൗണിലെത്തി. നേര്യമംഗലം ടൗണിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ പോലും ഇല്ലാന്ന് തോന്നുന്നു പാലത്തിലോട്ട്. നേര്യമംഗലം പാലം. ഇപ്പം ഈ പാലം ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രഥമ ആർച്ച് പാലമാണ് നേര്യമംഗലം പാലം. ഈ പാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് 1924 പാലത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അതിനുശേഷം 1935 മാർച്ച് 2-ാം തീയതി ശ്രീചിത്ര തിരുനാൾ രാമവർമ്മ പാലം ആൾക്കാർക്കായിട്ട് യാത്രക്കായിട്ട് തുറന്നു കൊടുത്തു. സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. സുർക്കി മിശ്രിതം ഇത് ശരിക്കും ഈ പാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി എറണാകുളം ജില്ലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നമ്മുടെ ഈ പാലം. അതിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് പെരിയാർ നദിയാണ്. ഈ പാലത്തിന് അടിയിൽ കൂടി ഒഴുകുന്ന നദി. ടോട്ടൽ ലെങ്ത് 214 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. വിഡ്ത്ത് 4.9 മീറ്റർ വിഡ്ത്ത് ഉണ്ട്.
നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാണ്. ആ, ചെറിയൊരു പെട്ടിക്കടയാണ് ഇവിടെ. അപ്പോൾ തൊട്ടടുത്ത് ഒരു ബജിക്കട ഉണ്ട്. ഇനി ഇവിടെ വന്നിട്ട് ജ്യൂസ് ഐറ്റംസ് കിട്ടും. മഹാരാഷ്ട്രക്കാരുടെ വണ്ടിയാണ്. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എനിക്കൊന്ന് ടൂർ വണ്ടിയാണോ എന്തോ സിനിമക്കാരുടെ വല്ല സെറ്റായിരിക്കും. എന്തോ സംഭവമാണോ പോകുന്നത്. ഞങ്ങൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുകടി സാധനങ്ങളും. എന്ത് ചെയ്യും? അവലോസുണ്ടയും കപ്പ് വറുത്തത്. ചായക്കുള്ള ചെറിയ കടി. നീലാമ്മ ചോറ് ചായ കുടിക്കുന്നു. കോഫി ആയിരിക്കും ഇല്ലയോ? താങ്ക് യു. ചായ കുടിച്ചോട്ടെ. കുഴപ്പമില്ല, നല്ല ചായ അല്ലേ മീ? ഇച്ചിരി മധുരം കൂടുതലാണ് അല്ലേ? പൊടിക്ക് മധുരം കൂടുതലുണ്ട്. കുഴപ്പമില്ല, നല്ല ചായ. കോഫി കിട്ടിയോ? ഇച്ചിരി മധുരം കൂടുതലുണ്ടെന്ന് മാത്രം പ്രശ്നമുള്ളൂ. മമ്മി ഞങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് പ്രമാണിച്ച് ഞങ്ങൾക്ക് കുറേ നല്ല നാടൻ അരിയുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരിയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടോ. മമ്മി സാധാരണ ഉണ്ടാക്കി തന്നെ ചിറ്റി വെച്ച് അടിച്ച് പൊട്ടിക്കുന്നൊരു വരുവാണ്. അപ്പോൾ നോക്കട്ടെ ഈ പ്രാവശ്യം എങ്ങനെയുണ്ടോ. കുഴപ്പമില്ല, കറക്റ്റായിട്ട് നല്ല ഇതായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മമ്മി ഉണ്ടാക്കിയ ചിറ്റി വെച്ച് അടിച്ച് പൊടിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ചക്കവറുത്തം ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പപ്പ അത് ഫുള്ള് കഴിച്ചു തീർത്തു. ആ മമ്മി ഒരു ഹായ് വന്നു. പപ്പയാണോ നല്ല പോളിങ്ങാ. മമ്മിക്ക് ഏത്തപ്പഴം വേണോ? ഏത്തക്കപ്പം. ഈ കടയിൽ നല്ല ചൂടുള്ള മുട്ട ബജി, മുളക് ബജി, പരിപ്പോട, നല്ല ചൂട്, അടിമാലി ടൗണിൽ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ പോന്നാൽ മതി. നല്ല കഴിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി 300 മീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. ചേച്ചി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഏലത്തോട്ടത്തിൽ കൂടെ ആട്ടോ പോകുന്നത്. ഏലത്തോട്ടം. ചേച്ചി നല്ല ഗേറ്റാണ്. ഫോളിങ് വാട്ടർ. അതെ, ഫോളിങ് വാട്ടേഴ്സ്. അത് നമ്മുടെ റിസോർട്ട് അവിടെ ഇത് വെച്ചിട്ടുണ്ട്.
എൻ്റെ പൊന്നെ വലിയൊരു കുഴിയാണ്, വലിയൊരു ഇറക്കത്തിലോടെ നമ്മൾ പോയിക്കിട്ടുണ്ട്. എൻ്റെ പോലെ പോട്ടെ പോട്ടെ ഇതല്ലേ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ചോദിച്ചത് അപ്പോൾ നമ്മൾ അമ്പാടി വാട്ടർഫോൾസ് റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്, ശാന്തസുന്ദരമായ സ്ഥലം. അങ്ങനെ വലിയ ഒച്ചപ്പാടും മേളവും ഒന്നുമില്ലാത്ത നല്ല സ്ഥലം. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ചെരുപ്പൂരിടണോ? കോവിഡിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. പേര് എന്തായിരുന്നു? കിരൺ. ഇതിൻ്റെ ഓണറല്ലേ? മാനേജറാണ്. നമ്മുടെ അമ്പാടി വാട്ടർഫോൾസ് റിസോർട്ടിന്റെ മാനേജറാണ്. പേര് കിരൺ. ഓക്കെ ഓക്കെ. എത്ര വർഷം ഇവിടെ വന്നിട്ട്? 3.5 വർഷമായി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. നമുക്കിതൊക്കെ ഒന്ന് കയറി കാണാം. നമ്മൾ ആദ്യം വീട്ടിൽ ഇതൊന്ന് കയറി റൂമിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് എല്ലാം വെച്ച് റീഫ്രഷ് ആയിട്ട് നമുക്ക് ഓക്കെ. മെയിൻ എൻട്രൻസ് നമുക്ക് കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ടുള്ള റൂംസും കാര്യങ്ങളൊന്നും നോക്കാം. നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ഗ്രീനറി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുള്ള് കവറേജുകളാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം ഇതാണ്. പിന്നെ ഫാമിലി കോട്ടേജ് പോലെ അവിടെ ചെറിയ ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫാമിലി കോട്ടേജാണ്. പിന്നെ സ്പെഷ്യലായിട്ട് റൂംസ് അവിടെ ഉണ്ട്. 2 സ്റ്റേ ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഇതിലേകദേശം ഇതിന് റേറ്റ് വരുന്നത് ഏകദേശം 6,000 എബോവ് വരുന്നുണ്ട്. ഇതിൻ്റെ റൂംസ് കാര്യങ്ങൾ നമുക്ക് അകത്തുള്ളത് കാണിച്ചു തരാം. നമ്മൾ റൂം എടുത്തിരിക്കുന്നതല്ല, അവിടെയാണ്. നമ്മുടെ റൂമിന് ഏകദേശം 2,800 വരും. ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു വാട്ടർഫോൾസാണ്. ഇവിടെ മഴയുള്ള സീസണിലാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോകുന്ന വഴിയാണ് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ BSNL മാത്രമേ റേഞ്ചുള്ളൂ. ഇവിടെ വേറെ ഒരു കണക്ഷനും ഇവിടെ റേഞ്ചില്ല. അപ്പോൾ നമുക്ക് വൈഫൈ ഇവർ സൗജന്യമായിട്ട് തരുന്നുണ്ട്. നമ്മുടെ റൂം നമ്പർ 201. റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ഒരു കപ്പിൾസിന് വന്നതിന് സുഖമായിട്ട് താമസിക്കാവുന്ന റൂം തന്നെയാണ്. കയറി വരുമ്പോൾ തന്നെ 2 ചെയർ, ഒരു ടേബിള്, പിന്നെ ഇവിടെ നമുക്ക് ഒരു കബോർഡ് വയ്ക്കാനുള്ള സ്പേഷ്യസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ TV ഇവിടെ ഉണ്ട്. പിന്നെ ബാൽക്കണിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇരിക്കാനുള്ള ചെറുതായിട്ട് ഇരിക്കാനോ കിടക്കാനോ ഉള്ള ചെറിയൊരു സ്ഥലമുണ്ട്. ഓരോന്നിനും കുറ്റിച്ചെടികൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ച് വാട്ടർഫോൾസ് ഉണ്ട്. പുറകിലെ സീൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല മരങ്ങൾ കൊണ്ടും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ പുറകിലും ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള, അവിടെയും ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ചെറിയൊരു വെള്ളം കെട്ടി നിർത്തിയിട്ടൊക്കെ ഉണ്ട്. റൂമിലോട്ട് ബെഡ്റൂം കാണാം. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂം നല്ല ഭംഗിയുണ്ട്. നല്ല വലിയൊരു ഡബിൾ കോട്ട് ബെഡാണ്. പിന്നെ ഒന്ന് ടോയ്ലറ്റും നല്ലൊരു ടോയ്ലറ്റാണ്. നല്ല ഡീസൻറ്റ് വൃത്തിയും മെനയൊക്കെയുള്ള
അത്യാവശ്യം നല്ല ടോയ്ലറ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് പുറത്തോട്ടൊരു ഔട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം.